ഹേ ഫ്രണ്ട്സ്, അപ്പോൾ ഗൈസ് നമ്മുടെ കുറേ നാളത്തെ ശേഷം പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, എനിക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻസ് കൂടുതലാണ്. എനിക്ക് എന്താണെന്നറിയോ, ഞാൻ ഭയങ്കര മടിച്ചിയാണ് ചില കാര്യത്തിൽ, ഭയങ്കര ലേസിനെസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഉണ്ടാകുന്നത്. വേറൊരു കാര്യം കൂടി ഉണ്ട്, എനിക്ക് ലൈറ്റ് സെറ്റ് ചെയ്യുക, അത് സെറ്റ് ചെയ്യുക, ഇത് സെറ്റ് ചെയ്യുക എന്നുള്ള രീതിക്ക് കുറേ മൈൻഡ് സെറ്റ് ഭയങ്കരമായിട്ട് ഇത് കൂടുന്നുണ്ട്. എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാട്ടോ. ഇപ്പോൾ ഫോണൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ രണ്ടാമത്തെ വീഡിയോ ആണ് എടുക്കുന്നത്. പിന്നെ ഫേസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലോ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം പിന്നെ എൻ്റെ ഹെയറൊന്നും നിങ്ങൾ നോക്കണ്ട, ഹെയറിലൊക്കെ ഭയങ്കര ഒരു എൻഗ്ലി ലൈക്ക് അങ്ങനെയൊക്കെ എന്തായിട്ട് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഭയങ്കര ഒരു വൃത്തിയോടായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, കാരണം ഉണ്ടൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ നോക്കിയാണ്. ബിക്കോസ് ഓഫ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പം ഈ വീഡിയോ എടുത്തത് ഇന്നലെ 26-നാണ്, ഇന്ന് പെരുന്നാൾ രാത്രിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഡബ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു സമയം 12 വരെ കാലമായി ഗൈസ് രാവിലെ. അപ്പോൾ ഞാൻ ഡബ് ചെയ്തിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വേഗം അപ്ലോഡ് ചെയ്യണം, കാരണം നാളെ നമുക്ക് വീഡിയോ എടുക്കണം, ഇന്നും വീഡിയോ എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് പിന്നെ നാളത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒക്കെ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ, നൈറ്റ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ലൈക്ക് എന്ന് പറയുമ്പോൾ പെരുന്നാൾ രാത്രീൻ്റെ വീഡിയോ, പെരുന്നാൾ വ്ളോഗും ഇന്ന് പെരുന്നാൾ രാത്രി എടുക്കും ഞാൻ, നാളെ അപ്ലോഡ് ചെയ്യും. നാളത്തെ വീഡിയോ മറ്റന്നാൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ടാബിളിലേക്ക്. അപ്പോൾ ടാബിളിൽ വന്നപ്പോൾ ചെറിയ രീതിക്കെല്ലാം വൃത്തിയായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ടാബൊക്കെ ഞാൻ ചാർജിന് വെച്ചാൽ എൻ്റെ സന്തോഷം എൻ്റെ ടാബിന് നല്ല രീതിക്കുണ്ട്. സോ അതും ചെയ്തു വെച്ചു, ഞാൻ അവിടെ അടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ എല്ലാം സാധനങ്ങളും കാര്യങ്ങളും ഈ ഒരു ഡയറി കാക്കൻ്റെ ആട്ടോ, എന്തോ കണ്ടൻറ്റൊക്കെ എഴുതി വെക്കണ്ട്. കാക്ക ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തോ കണ്ടൻറ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എഴുതി വെക്കുന്നൊരു ബുക്കാണ്. അതിങ്ങനെ എൻ്റെ ടേബിൾ വന്നതെന്ന് അറിയില്ല. പിന്നെ പെയിൻറ്റ് പാലറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണ്ട, പെയിൻറ്റ് പാലറ്റിൽ മൊത്തം പെയിൻ്റൊക്കെ ആയിട്ട് ഞാൻ ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. അത് നാളെ ക്ലീൻ ചെയ്യാമെന്നാണ് ഞാൻ അതിൽ ആക്ഷനായിട്ട് കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും പരിപാടിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നൈറ്റ് സ്റ്റഡി വ്ളോഗ് എന്ന് പറയുമ്പം ഓഫ്കോഴ്സ് നമുക്കറിയാമല്ലോ, അത്യാവശ്യം നല്ല ടഫാണ്. ലൈക്ക് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അടുത്ത പ്രാവശ്യങ്ങൾ നമ്മൾ സെറ്റാക്കി വരും കേട്ടോ. പിന്നെ ഈ ഒരു ഓർഗനൈസർ ഉണ്ടോ, ഈ ഒരു ഓർഗനൈസർ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. സബ്സ്ക്രൈബർ ഇപ്പോൾ 5 ആൾക്കാരേ ഉള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ മാക്സിമം നിങ്ങളൊന്ന് കമൻറ്റൊക്കെ ഇടാൻ ശ്രമിക്കുക കേട്ടോ, കാരണം കമൻസ് ഒന്നും ഇല്ല. അപ്പോൾ കമൻസ് ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കറൊക്കെ വെച്ചിട്ടാണ് ഞാൻ മാസ്കിങ് ടേപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാസ്കിങ് ടേപ്പ് വെച്ചിട്ടാണ് ഇവിടെ ഒട്ടിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇത് ഏകദേശം 24 മിനിറ്റത്തെ വീഡിയോ ആണ് ഗൈസ് ഞാൻ 10 മിനിറ്റിലേക്ക് ചുരുക്കിയത്. 10 മിനിറ്റിൽ ഏകദേശം 5 മിനിറ്റോളം ഈ ഒരു കാര്യങ്ങളും പിന്നെ ബാക്കി 5 മിനിറ്റ് സ്റ്റഡീസുമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേറൊരു കണ്ടു, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും നമുക്ക്, ഇങ്ങനെ ടോയ്സോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഓർഗനൈസർ. അപ്പോൾ അവിടെ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ടാബിളിൻ്റെ മുകളിൽ പേപ്പർ, സ്റ്റിക്കി നോട്ട്, കത്രിക, മാസ്കിങ് ടേപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തു വെക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ സ്റ്റിക്കി നോട്ടൊക്കെ എടുത്ത് വെച്ചു ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടൈം ടേബിളും കാര്യങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ ടൈം ടേബിൾസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോൾഡർ ഉണ്ട്, ഇതും ഞാൻ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ സ്റ്റിക്കർ, പക്ഷെ താക്കം വേണം, എന്നാൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല നീറ്റിൽ നിന്നോളൂ. പിന്നെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഇതുണ്ട്, ഞാൻ അതിന് മുകളിൽ ഗമ്മൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സ്റ്റിക്കറൊക്കെ ഇളകിപ്പോയി. അപ്പോൾ ഞാൻ അതും ഈ ഒരു തട്ടിൻ്റെ മുകളിൽ, ഞാൻ അതിൻ്റെ മുകളിലുള്ള തട്ടിൻ്റെ മുകളിലാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓർഗനൈസർ പോലെ അങ്ങനെ വെച്ചെടുക്കാമല്ലോ, നമുക്കത് വേണമെങ്കിൽ ഓർഗനൈസർ ആക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനിരുന്നു. കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ടിപ്സ് ഓഫ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞുതരാം. സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യാൻ പോവാണല്ലോ, ആസ് എ 9th ഗ്രേഡർ എന്നുള്ള രീതിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, കുറച്ച് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കാനിരിക്കുന്ന ടൈം ഷോർട്ട് നോട്ട്സായിട്ട് പഠിക്കാനിരിക്കാം എന്ന് പറയുമ്പോൾ കുറച്ച് ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സ് പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പം ടീച്ചേഴ്സ് നമുക്ക് സോഷ്യലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ചുരുക്കിയിട്ട് പറഞ്ഞുതരും. അതൊക്കെ ഒരു നോട്ടിലായിട്ട് എഴുതി വെക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ മുകളിൽ തന്നെ എഴുതി വെക്കാം. ഇങ്ങനെ ഷോർട്ടാക്കിയിട്ടെല്ലാം എഴുതി വെക്കാം. എന്നിട്ട് അതിന് ഒരു നോട്ടിൽ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അത് പഠിക്കാമല്ലോ നമുക്ക്. അങ്ങനെ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്കൻഡ് ടിപ്പിൽ ഞാൻ മെയിനായിട്ട് പറയും,
മാക്സിമം ടൈം കൺസിഡർ ചെയ്തിട്ട് തന്നെ പഠിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 1 ഹവറാണ് നിങ്ങൾ പഠിക്കുന്നത്. ആ 1 ഹവർ എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം കണക്കാക്കണം. ഇപ്പോൾ നമ്മൾ ഒരു 5 മണിയാകുമ്പോൾ എത്തുമല്ലോ, ആ ഒരു 5 മണിയാകുമ്പോൾ എത്തിയെങ്കിൽ ഒരു 7 മണിയാകുമ്പോൾ നമ്മൾ പഠിക്കും. 7 to 8 നമ്മളെ പഠിക്കുന്ന സെക്ഷൻ. അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെ. എക്സാം ടൈം മാത്രം കുറച്ചും കൂടി കൂട്ടും, കുറച്ച് നേരത്തെ തന്നെ ഇരുന്ന് പഠിക്കും. അങ്ങനെ ഇരിക്കണം പഠിക്കാൻ. തേർഡ് ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തേർഡ് ടിപ്പ് വേറൊന്നുമല്ല, ക്ലാസ്സുകൾ നല്ല രീതിക്ക് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ലൈക്ക് നമ്മളെല്ലാ ദിവസവും പ്രോപ്പർലി ക്ലാസ്സിന് പോവുക. ഓഫ്ലൈൻ ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രോപ്പർലി പോവുക. അപ്പോൾ അന്നേരം നമുക്ക് കുറച്ചും കൂടി പഠിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കെമിസ്ട്രിയാണ് എടുത്തിട്ടുള്ളത്. സ്ട്രക്ചർ ഓഫ് ആറ്റം ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഞാൻ കേട്ടു. എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഞാൻ പഠിക്കുമ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ക്ലാസ്സുകൾ എപ്പോഴും കേൾക്കാൻ നിൽക്കരുത്. ഇപ്പം ഞാൻ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സുകൾ കേൾക്കുന്നത്. എന്ന് പറയുമ്പം വീഡിയോ ക്ലാസ്സസ് ഞാൻ കേൾക്കുന്നുണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ 1 വീക്ക് എന്ന് പറയുമ്പോൾ 5 days ആണല്ലോ സ്കൂളിലുള്ള ദിവസങ്ങളിൽ, മൺഡേ ടു ഫ്രൈഡേ. ഈ ഒരു ദിവസം മൊത്തം നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അന്നന്ന് എടുക്കുന്നതെല്ലാം പഠിച്ചു വെക്കുക. പിന്നെയുള്ള 2 ദിവസം എന്ന് പറയുമ്പോൾ സാറ്റർഡേ സൺഡേ ഈ ഉള്ള ദിവസങ്ങൾ ക്ലാസ്സുകൾ ഓരോന്ന് ടഫ് ഉള്ളതും ടഫ് അല്ലാത്തതൊക്കെ നമ്മൾ കേട്ട് നോക്കാം. എന്ന് പറയുമ്പോൾ ആ ഒരു 1 വീക്ക് വന്ന ക്ലാസ്സുകളെല്ലാം നമ്മൾ ആ ടൈം കൊണ്ട് തീർക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എത്രാമത്തെ ടിപ്പ്? സെക്കൻഡ് ടിപ്പ്. തേർഡ് ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് പഠിക്കുമ്പം നമ്മൾ ടഫ് സബ്ജക്റ്റും സെക്കൻഡ് പഠിക്കുമ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റും പഠിക്കണം. നമ്മൾ ടഫ് പഠിക്കുമ്പോൾ നമുക്ക് എന്തായാലും ബോറടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നേരെ പോയിട്ട് സിമ്പിളായിട്ടുള്ള പഠിക്കും. അപ്പോൾ അത് രണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് തേർഡ് ടിപ്പ്. ഇനി ഫോർത്ത് ടിപ്പ് പൊമോഡോറോ മെത്തേഡാണ്. പൊമോഡോറോ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 മിനിറ്റ്സാണ് നിങ്ങൾ പഠിക്കുന്നത്, അല്ല 1 ഹവറാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ് ഗ്യാപ്പ് എടുക്കുക. 25 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ് ഗ്യാപ്പ് എടുക്കുക. അതാണ് പൊമോഡോറോ മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് എടുത്ത് പഠിക്കുക. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ടിപ്പുകൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇനി 5ാമത്തെ ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 5ാമത്തെ ടിപ്പ് വേറൊന്നുമല്ല. നമ്മൾ ടഫായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുമ്പം എത്രയായാലും ബോറടിക്കുമ്പം ഇനിയും നമ്മളിരുന്ന് പഠിക്കാൻ നിൽക്കരുത്. ടഫുള്ള സബ്ജക്റ്റ് അന്നേരം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഗ്യാപ്പ് എടുത്തിട്ട് വേണം നമ്മൾ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാൻ. ഓക്കെ, അതൊരു ടിപ്പല്ല, ഒരു കാര്യം പറഞ്ഞതാണ് ഞാൻ. അപ്പോൾ ഇതാണ് ഈ ഞാൻ പറഞ്ഞിരുന്ന ടിപ്പുകൾ. നിങ്ങൾക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കെമിസ്ട്രിയാണ് കേൾക്കുന്നത്, സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ അതിൽ ഉള്ള ചാപ്റ്റേഴ്സാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കക്കയും ഉപ്പും എല്ലാം ഉണ്ട് പുറത്ത്, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നോക്കണ്ട. അപ്പോൾ ഇനിയിപ്പം നമുക്ക് പഠിക്കുമ്പം ഞാനിങ്ങനെ കുറേ നേരം ഇരിക്കുമ്പോൾ എനിക്ക് എത്രയായാലും മടുപ്പ് വരും. പ്രത്യേകിച്ചും ഒരു സബ്ജക്റ്റ് നമ്മൾ ഇരുന്ന് പഠിക്കുമ്പോൾ ഭയങ്കര മടുപ്പ് ഫീൽ ചെയ്യും. ലൈക്ക് കൂടുതലും നമ്മൾ പഠിച്ച് മടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ വേറെ ഏതെങ്കിലേക്കും ഡിസ്ട്രാക്ഷൻസ് പോവും. അപ്പോൾ ഞാൻ ഏകദേശം 1 hour to 20 മിനിറ്റ്സോളം പഠിച്ചിട്ടുണ്ട്. 1 hour 20 മിനിറ്റ്സോളം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഇന്നലെ വീഡിയോ എടുത്താണെങ്കിലും എന്ന് ഉറപ്പില്ല. പിന്നെ ഗൈസ്, ഇന്ന് ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് തിരക്കുണ്ട്, പെരുന്നാൾ രാത്രി ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ തിരക്കിലാണുള്ളത്. നാളെ പെരുന്നാളാണല്ലോ, അപ്പം അഡ്വാൻസ് ഈദ് മുബാറക്ക് എല്ലാവർക്കും. അപ്പോൾ പെരുന്നാളിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ പെരുന്നാൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നാളെ കാണിക്കും. അപ്പം യെസ്, അപ്പം ഞാൻ കെമിസ്ട്രിയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഗൈസ്, ഞാൻ കുറേ നേരം കെമിസ്ട്രിയൊക്കെ പഠിച്ച് എനിക്ക് മടുത്തിട്ട് ഞാൻ പിന്നെ നേരെ ബയോളജി എടുത്തിട്ടു. ബയോളജിയിൽ ഞാൻ ബയോളജിയും തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബയോളജി എടുത്തിട്ട് നമ്മളെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സസ് ആട്ടോ ഞാൻ കേൾക്കുന്നത്. കാരണം ഈ വർഷം വന്നിട്ടില്ല ക്ലാസ്സസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സസ്സാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂട്യൂബ് ക്ലാസ്സസ് ആണല്ലോ, അപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ
എൻ്റെ സൗണ്ടൊക്കെ നല്ല രീതിക്ക് ഇടങ്ങാറക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെ ചരപ്പ് വരുന്നുണ്ട് അത് തൊണ്ടവേദന അങ്ങനെ നല്ല ഇടയ്ക്ക് വരും. ഇങ്ങനെ കുറേ സംസാരിക്കുമ്പോൾ നമുക്ക് ചരപ്പ് വരുമല്ലോ, അതാണ്. അപ്പം എന്താണ് പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വേഗം ഡബ് ചെയ്തിട്ട് വേഗം അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് ഇത് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ബയോളജിയൊക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കി കുറച്ച് നേരം. എന്നിട്ട് അപ്പോഴൊക്കെ കംപ്ലീറ്റ് ആയി, ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്താണ് കുറേ നേരം പഠിച്ചു. അപ്പോൾ ബയോളജി ക്ലാസ് അങ്ങനെ ഫിനിഷായി കണ്ടോ, ഞാൻ ഫുള്ള് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കേ ഗൈസ്, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ ക്ലാസ്സസ് എല്ലാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങളൊന്ന് എഫക്റ്റീവ് ആണെങ്കിൽ നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക. എനിക്ക് എഫക്റ്റീവായ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്, ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഡെയിലി ആയിട്ട് വീഡിയോസ് ഞാൻ ഇടാൻ മാക്സിമം ശ്രമിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ ബൈ ബൈ, സീ യു.